ഹായ്, എല്ലാ കൂട്ടുകാർക്കും സന വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 മോഡൽ ഹ്യുണ്ടായി വെന്യുവിൻ്റെ ബേസ് വേരിയൻ്റ് ആണ്. 2024 വന്നപ്പോൾ ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, എന്തെല്ലാം ഫീച്ചേഴ്സാണ് വരുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. എക്സ്റ്റീരിയർ ലുക്ക് ബേസ് വേരിയൻ്റ് ടു ടോപ്പ് എൻഡ് വരെ ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് വരുന്നത്. ഫീച്ചേഴ്സിൽ മാത്രമാണ് കുറച്ച് ഡിഫറൻസ് വരുന്നത്. ഇപ്പോൾ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹെഡ്ലൈറ്റിലേക്ക് വന്നാൽ പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് വരുന്നില്ല, ടോപ്പിൽ റൂഫ് റെയിൽസ് വരുന്നില്ല, 10 ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിലല്ല ഫെൻഡേഴ്സിലേക്ക് മാറി. ഇതാണ് ഇപ്പോൾ ബേസ് തൊട്ട് ടോപ്പ് എൻഡ് വരെയുള്ള എക്സ്റ്റീരിയറിനുള്ള ഡിഫറൻസ്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയേണ്ടത് ഈ ബേസ് വേരിയൻ്റ് തൊട്ടേ നമുക്ക് ഈ ബ്ലാക്ക് കളർ അവൈലബിൾ ആണ്. മറ്റ് പല മാനുഫാക്ചേഴ്സും പ്രീമിയം കളറായിട്ട് ബ്ലാക്ക് കൊടുക്കുമ്പോൾ വെന്യുവിൻ്റെ ബേസ് വേരിയൻ്റ് തൊട്ടേ നമുക്ക് ബ്ലാക്ക് കളർ അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു ബേസിൽ നിന്ന് ഒരു സെക്കൻഡ് വേരിയൻറ്റിലേക്ക് തേർഡ് വേരിയൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വേറെ പ്രത്യേകിച്ച് എന്താ പറയുക ലുക്കിൻ്റെ കാര്യത്തിൽ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ടോപ്പിലായിട്ട് ഹാലജനായിട്ടാണ് 10 ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. 2 സ്ലോട്ടായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു. 2 ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ്. വശങ്ങളിലായിട്ട് ഒരു റിഫ്ലക്ടർ കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് നമുക്ക് ഹാലജനായിട്ടുള്ള ഹെഡ്ലൈറ്റ് യൂണിറ്റ് കാണാം. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. പാർക്ക് ലൈറ്റും അതിനകത്ത് തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹെഡ്ലൈറ്റിനകത്തുള്ള ഒരു സിൽവർ ഇൻസൈഡ് കൊടുത്ത് കാണാൻ നല്ല ഭംഗി തരുന്നുണ്ട്. ഫോഗ് ലൈറ്റ് വെന്യുവിൻ്റെ ഒരു വേരിയൻറ്റിലും ഉൾപ്പെടുത്തിയിട്ടില്ല. ഫ്രണ്ടിൽ നമുക്ക് ഇവിടെ ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന രീതിയിൽ വൈറ്റിഷ് കളറിൽ ഇൻസൈഡ് കൊടുത്തിരിക്കുന്നു. 205 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ വാഹനം ശരിക്കും ഇപ്പോൾ പ്രൈസിൻ്റെ കാര്യത്തിൽ കമ്പയർ ചെയ്യുന്നത് നമ്മുടെ ഫ്രോങ്സും ടൈസറൊക്കെ ആയിട്ടാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഒരു SUV ലുക്കും ഗ്രൗണ്ട് ക്ലിയറൻസും കൂടുതൽ കിട്ടുന്നത് നമുക്ക് വെന്യുവിലാണ്. ഇനി ഫ്രണ്ടിലെ ഗ്രില്ല് ഇപ്പോൾ ബേസ് തൊട്ട് ടോപ്പ് എൻഡ് വരെ സെയിം ഗ്രില്ലാണ്. പല മാനുഫാക്ചേഴ്സിൻ്റെയും ബേസിലേക്ക് പോയി കഴിഞ്ഞാൽ ഗ്രില്ല് ഡിഫറൻ്റ് ആയിരിക്കും. ഇത് ബേസ് തൊട്ട് ടോപ്പ് എൻഡ് വരെ സെയിം ഗ്രില്ല് തന്നെയാണ് വരുന്നത്. ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 15 ഇഞ്ച് വീൽസ് ആണ് വരുന്നത്. 195/65 ആണ് ടയർ സൈസ്. നമുക്ക് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. ഇതിപ്പോൾ വണ്ടി ബ്ലാക്ക് കളർ ആയതുകൊണ്ട് ഒരു ബ്ലാക്ക് കളറിലുള്ള വീൽ കപ്പ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് നിരക്ക് ഹ്യുണ്ടായുടെ ഒരു ലോഗോ. ഇനി നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് മറ്റെല്ലാ വാഹനങ്ങളുടെയും ബേസിൽ കാണുന്ന രീതിയിൽ ഫെൻഡേഴ്സിലാണ് വരുന്നത്. അത് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ സൈഡ് വ്യൂ മിറേഴ്സ് നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. പക്ഷേ നമ്മളുടെ ഡോർ ഹാൻഡിൽസ് നമുക്ക് ബോഡി കളറിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഫുള്ളി ബ്ലാക്ക് കളറിലുള്ള വാഹനം ആയതുകൊണ്ട് നമുക്ക് ആ ഒരു മിറേഴ്സ് മാറ്റ് ബ്ലാക്കിൽ വരുന്നത് അത്ര വൃത്തികേടായിട്ട് തോന്നുന്നില്ല. പിന്നെ നമുക്ക് റൂഫ് റെയിൽസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് ആക്സസറി ആയിട്ട് ചെയ്യേണ്ടി വരും. ബാക്കിൽ ആൻറ്റിന നോർമൽ ആൻറ്റിനയാണ് വരുന്നത്. നമുക്ക് ഗ്ലാസ്സുകളെല്ലാം പ്ലെയിൻ ഗ്ലാസ്സുകളാണ് വരുന്നത്. UV പ്രൊട്ടക്ഷനോ കാര്യങ്ങളൊന്നും തന്നെ വരും. ഇനി ബാക്കിൽ നിന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബാക്ക് ഇപ്പോൾ ടോപ്പ് എൻഡ് ആയിട്ടുള്ള ഡിഫറൻസ്, ബാക്കിൽ വൈപ്പർ വരുന്നില്ല, റിവേഴ്സ് ക്യാമറ വരുന്നില്ല. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ സ്പോയിലർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. വെന്യുവിൽ നമ്മൾ സ്വിഫ്റ്റിൽ പറയുന്ന രീതിയിൽ ഒരു സ്പോയിലർ വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാവും. സ്പോയിലർ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. ബാക്കിലെ ഗ്ലാസ് പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. വൈപ്പറോ ഡിഫോഗർ വാഷർ ഒന്നും തന്നെ ബേസ് വേരിയൻറ്റിൽ വരുന്നില്ല. ഇനി ടെയിൽ ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് രണ്ടും നമ്മളുടെ പാർക്ക് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. ഇത് നമ്മളുടെ സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ്. അതിന് താഴെയായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നു. എല്ലാം ഫുള്ള് ഹാലജനായിട്ടാണ് വരുന്നത്. റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് താഴെ കോർണറിലായിട്ടാണ്. അതിന് ടോപ്പിലായിട്ട് 2 നമുക്ക് റിഫ്ലക്ടേഴ്സ് വരുന്നു. ബാക്കിൽ നമുക്ക് 2 പാർക്കിംഗ് സെൻസേഴ്സാണ് ഈ ബേസ് വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഹ്യുണ്ടായുടെ വെന്യു എന്ന് പറഞ്ഞ വലിയ ബാഡ്ജിങ് കാണാം. നമുക്ക് ഈ റിഫ്ലക്ടർ ശരിക്കും ഓപ്ഷണൽ വേരിയൻറ്റ് തൊട്ടിട്ടാണ് ഫംഗ്ഷണൽ ആവുക. ഇതിപ്പോൾ ജസ്റ്റ് റെഡിഷ് കളർ റിഫ്ലക്ടർ മാത്രമാണ്. ഓപ്ഷണൽ തൊട്ട് നമുക്ക് ബാക്കിൽ കണക്റ്റഡ് ടെയിൽ ലൈറ്റാണ് വരുന്നത്. ഇനി ബാക്കിൽ നമുക്ക് താഴെയായിട്ട് ഇവിടെ ഒരു സിൽവർ കളറിൽ ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നിന്ന് നോക്കുമ്പോഴായും നമുക്കൊരു SUV ഫീല് വെന്യുവിൽ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഹ്യുണ്ടായി ലോഗോയുടെ താഴെ തന്നെ ഒരു മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വേറെ ഒരു ഹാൻഡിൽ കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. നമ്മുടെ ബൂട്ട് നോക്കുകയാണെങ്കിൽ 350 ലിറ്ററിൻ്റെ 350 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. നമ്മളുടെ ഇപ്പോൾ ടൈസർ അല്ലെങ്കിൽ ഫ്രോങ്സ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടൈസറിനും ഫ്രോങ്സിനൊക്കെ 305 ലിറ്റർ ബൂട്ട് എന്നാണ് വരുന്നത്. അതിനേക്കാളും ബൂട്ട് സ്പേസ് കൂടുതൽ ശരിക്കും വെന്യുവിലാണ്. നമുക്ക് ബാക്കിൽ ഇപ്പോൾ 60-40 സ്പ്ലിറ്റ് ചെയ്യാനുള്ള സീറ്റുകൾ ബേസ് വേരിയൻ്റ് കൊടുത്തിരിക്കുന്നു. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. 3 പേർക്കുള്ള സീറ്റ് ബെൽറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സ്പെയർ വീലിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സെയിം സൈസ് ആയിട്ടുള്ള സ്പെയർ വീലാണ്. 195/65 ആ സെയിം സൈസ് തന്നെയാണ് സ്പെയർ വീലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ നിന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇൻറ്റീരിയർ ശരിക്കും ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക്, ഒരു വൈറ്റ് കളറിൽ ഇവിടെ സെൻറ്ററിൽ ഇവിടെയെല്ലാം ചില ഗ്ലോസി ബ്ലാക്ക് ഫിനിഷുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളർ കാണാം. ഒരു വൈറ്റിഷ് കളറിലാണ് സീറ്റുകൾ വരുന്നത്. ഇപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം വരുന്നത്
ഇത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തില്ല എങ്കിൽ ഈ താഴെയൊക്കെ ചെളിയാവാനും അത് ചീത്തയാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു ക്രോം ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. അതായത് 2 പവർ വിൻഡോൻ്റെ കൺട്രോളറാണ് വരുന്നത് ബേസ് വേരിയൻറ്റിൽ. ഇവിടെയെല്ലാം നമുക്കൊരു വൈറ്റിഷ് കളർ കാണാം, ഡ്യുവൽ ടോൺ ആണ്. സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. സ്പീക്കർ ഗ്രില്ല്, സ്പീക്കർ വരുന്നില്ല. ബേസ് വേരിയൻറ്റിൽ മ്യൂസിക് സിസ്റ്റം ഇല്ല. നമുക്ക് മിറേഴ്സ് നമുക്ക് അകത്ത് നിന്ന് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു നോബാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. ബേസ് ആയിട്ടുള്ള കീ ആണ്, വേറെ സെൻട്രൽ ലോക്കിങ്ങും കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അത് നമുക്ക് ആക്സസറി ആയിട്ട് ചെയ്യേണ്ടി വരും. ഇനി നമ്മൾ ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് സോഫ്റ്റ് കുഷനോടുള്ള സീറ്റുകളാണ്. നമുക്ക് നമ്മുടെ ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനിലൂടെ താഴെ കൊടുത്തിരിക്കുന്നു, ഹുഡ് ഓപ്പൺ ചെയ്യാനിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് ഇവിടെ ആയിട്ട് ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നു. ട്രാക്ഷൻ കൺട്രോൾ ഇതിൻ്റെ ബേസ് വേരിയൻറ്റോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആകെ മിസ്സിംഗ് ആയിട്ട് തോന്നിയ മ്യൂസിക് സിസ്റ്റം മാത്രമാണ്. മറ്റ് എല്ലാ ലുക്ക് കാര്യങ്ങളെല്ലാം ടോപ്പ് എൻഡിന് സെയിം ആയിട്ടാണ് വരുന്നത്. മ്യൂസിക് സിസ്റ്റം നമുക്ക് ആക്സസറി ആയിട്ട് ഷോറൂമിൽ നിന്ന് ചെയ്യാം വിത്ത് റിവേഴ്സ് ക്യാമറ. പിന്നെ നമുക്കിപ്പോൾ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഉയർന്നൊരു സീറ്റിംഗ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. നമുക്ക് ഫ്രണ്ടെല്ലാം കണ്ട് ശരിക്കും ഒരു SUV ഫീൽ തരുന്നുണ്ട് ഈ വാഹനം. ഇനി മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വെന്യൂവിലുള്ള എല്ലാ വേരിയൻറ്റിലും കാണുന്ന സെയിം സ്റ്റിയറിംഗ് വീലാണ്. ഫ്ലാറ്റ് ബോട്ടം ഒന്നുമില്ല, റൗണ്ടഡ് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. താഴെയുള്ള ഒരു സിൽവർ ഇൻസൈറ്റ് കൊടുത്തിരിക്കുന്നു. നമുക്ക് ലെതർ റാപ്ഡ് എന്നുള്ള നോർമൽ സ്റ്റിയറിംഗ് ആണ്. ഇടതുവശത്തായിട്ട് നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് മാത്രമാണ് വരുന്നത്. മ്യൂസിക്കിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു, ടെലസ്കോപ്പിക്ക് വരുന്നില്ല. ഇടതുവശത്തായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഇപ്പം ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ യൂണിറ്റ് ആണ് ഈ വാഹനത്തിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിപ്പോൾ ബേസ് വേരിയൻ്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെ സെയിം യൂണിറ്റ് തന്നെയാണ്. അതിനകത്ത് ഒരുവിധം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് ടോഗിൾ ചെയ്യാനുള്ള കൺട്രോൾസ് വരുന്നത് നമ്മളുടെ സ്റ്റിയറിംഗ് വീലിലെ കൺട്രോൾസ് ഉപയോഗിച്ച് നമുക്ക് അതിനകത്തുള്ള ഫീച്ചേഴ്സ് ടോഗിൾ ചെയ്യാനായിട്ട് പറ്റും. സ്പീഡോമീറ്ററും RPM എല്ലാം ഡിജിറ്റലായിട്ട് തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ മ്യൂസിക് സിസ്റ്റം വരുന്നില്ല. മ്യൂസിക് സിസ്റ്റം നമുക്ക് ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിന് ചുറ്റോറും നമുക്കൊരു സിൽവർ ഇൻസൈറ്റ് കാര്യങ്ങളെല്ലാം വരുന്നു. അതിന് താഴെയായിട്ട് ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ കാണാം. അവിടെ നമുക്കൊരു എന്താ പറയുക ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് നമുക്കിവിടെ മാനുവൽ AC കൺട്രോൾസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിന് താഴെ നമുക്കിവിടെ 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കാണാം. ഇവിടെ ഒരു USB Type-C ചാർജിംഗ് പോർട്ട് ഈ വേരിയൻറ്റിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് ആ ഫോൺ വയ്ക്കാനായിട്ടുള്ളൊരു സ്പേസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ മാനുവൽ ഗിയർ ലിവർ, അതിന് താഴെയെല്ലാം അതിന് ചുറ്റുമെല്ലാം നമുക്കൊരു സിൽവർ ഇൻസൈറ്റ് കാണാം. അതിന് താഴെയായിട്ട് നമുക്കൊരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കോയിൻസ് സൂക്ഷിക്കാൻ. ഇവിടെ നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നു. ഇവിടെ നമുക്കൊരു ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് പ്ലസ് കപ്പ് ഹോൾഡേഴ്സ്. പിന്നെ ബേസ് വേരിയൻറ്റിൽ സെൻറ്റർ ആംറെസ്റ്റ് വരുന്നില്ല. സെൻറ്റർ ആംറെസ്റ്റ് നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് അത്യാവശ്യം നല്ല കംഫോർട്ടായിട്ടുള്ള ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയാണ് വരുന്നത്. നമുക്ക് അഡ്ജസ്റ്റബിൾ സീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. എയർ ബാഗിൻ്റെ ബാഡ്ജിങ് കാണാം. അതായത് ബേസ് വേരിയൻ്റ് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വരുന്നുണ്ട്. മിറർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. സെൻറ്റർ IRVMs മാനുവൽ ഡിമ്മിംഗ് ഉള്ള IRVMs ആണ്. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വരുന്നു. ടിക്കറ്റ് ഹോൾഡർ മിറർ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് സെൻറ്ററിലെ റീഡിംഗ് ലൈറ്റ് സംഭവങ്ങൾ സെൻറ്ററിലേക്ക് മൂവ് ആയിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെയായിട്ട് ഹാലജനായിട്ടാണ് വരുന്നത്. ഇനി നമ്മൾ ഇവിടെയെല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. താഴെ നമുക്ക് ഗ്ലോ ബോക്സ് കാണാം. അത്യാവശ്യം സൈസായിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് എന്ന് പറയാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ വാഹനത്തിന് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമ്മൾ വാഹനം റിവേഴ്സിലേക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് റിവേഴ്സ് എന്ന് പറഞ്ഞ് പാർക്കിംഗ് സെൻസേഴ്സ് ഫംഗ്ഷൻ ചെയ്യും. മുകളിൽ റിവേഴ്സ് എന്ന് പറഞ്ഞ് നമുക്ക് ഇൻഡിക്കേഷൻ കാണാനായിട്ട് പറ്റും. പക്ഷേ മറ്റേത് ഗിയറിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്താൽ ഇൻഡിക്കേഷൻസ് വരുന്നില്ല. റിവേഴ്സിൽ മാത്രമാണ് നമുക്ക് ഇൻഡിക്കേഷൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഡോർ പാഡ് ശരിക്കും ഒരു ഡ്യുവൽ ടോൺ കളറാണ്. നമ്മുടെ ഹാൻഡിലിൻ്റെ ഭാഗം മാത്രം വൈറ്റിഷ് കളറിൽ വരുന്നു. നമ്മുടെ പഴയ ടൈപ്പ് കറക്കിത്തിരിക്കുന്ന വിൻഡോ കൺട്രോളുകൾ കാണാം. ഡോർ ഹാൻഡിൽസ് നമുക്കൊരു സിൽവർ ഫിനിഷിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സ്പീക്കർ ഗില്ല് കാണാം. സ്പീക്കർ വരുന്നില്ല. ബോട്ടിൽ ഹോൾഡർ. ബാക്കിലെ സീറ്റ് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ 60-40 സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 3 പേർക്കുള്ള ഇൻഡിവിജ്വൽ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഐസോഫിക്സ് സ്റ്റൈൽസിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ തേർഡ് പാസഞ്ചർ ഇല്ല എങ്കിൽ ആ ഒരു സീറ്റ് ബെൽറ്റിൻ്റെ അത് നമുക്ക് ഇതിനകത്ത് കയറ്റി വയ്ക്കാൻ പാകത്തിനുള്ള കംഫർട്ട് ഫീച്ചർ വരുന്നുണ്ട്. ഇനി മറ്റു ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ലെഗ് റൂം അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് റൂം കാണാം. കാലൊക്കെ അകത്ത് കയറ്റി വെച്ച് സുഖമായിട്ടിരിക്കാം. സ്കൂപ്പ് ഔട്ട് ചെയ്തിരിക്കുന്ന സീറ്റുകളാണ്. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള സ്പേസ് ബാക്കിൽ കാണാം. ഇപ്പോൾ സെൻറ്ററിൽ ഇരിക്കുന്ന പാസഞ്ചറിനും
കാലകത്ത് കയറ്റി വെച്ച് സുഖമായിട്ട് ഇരിക്കാനുള്ള ഒരു സ്പേസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത് ബാക്ക് സീറ്റ് മൊത്തം ബാക്കിലേക്ക് ഇറക്കിയിട്ടിരിക്കുന്നതാണ്. എന്നിട്ടും നമുക്ക് ആവറേജ് സ്പേസ് ഇതിൻ്റെ ബാക്കിലും കാണാനായിട്ട് പറ്റും. ഇനി ഹെഡ് റൂം നോക്കുകയാണ്, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂം നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട്. ഒരു നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 15 സെൻറ്റിമീറ്ററുടെ ഹെഡ് റൂം നമുക്ക് ബാലൻസ് ഉണ്ട്. നമുക്കിവിടെ ഒരു സ്പ്രിംഗിലുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. ഈ വശത്തെ ഗ്രാബ് ഹാൻഡിൽ നമുക്കൊരു ഹുക്ക് ഉള്ള ഓപ്ഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കോമ്പറ്റീറ്റർ ആയുള്ള ഫ്രോങ്സ് അല്ലെങ്കിൽ ടൈസറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹെഡ് റൂം ശരിക്കും കൂടുതൽ വെന്യൂലാണ്. നമ്മൾ ഫ്രോങ്സിലൊക്കെ ഒരു 5 സെൻറ്റിമീറ്ററാണ് ഹെഡ് റൂം ബാലൻസ് ഉള്ളെങ്കിൽ വെന്യൂവിൽ നമുക്ക് 15 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് ഉണ്ട്. വിഡ്ത്ത് ആണെങ്കിലും ഓൾമോസ്റ്റ് സെയിം ഇൻറ്റീരിയർ സ്പേസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇൻറ്റീരിയർ സ്പേസ് ഉള്ള വാഹനമായിട്ട് നമുക്ക് തോന്നുക വെന്യൂ ആണ്. കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് വെന്യൂ തന്നെയാണ്. വെന്യൂവിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയൻ്റ് തൊട്ട് നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. പിന്നെ ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഹ്യുണ്ടായി വെന്യൂവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഫ്രോങ്സും ടൈസറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ബേസ് വേരിയൻറ്റുകളിൽ 2 എയർ ബാഗുകളാണ് വരുന്നത്. പിന്നെ ബിൽഡ് ക്വാളിറ്റി നമുക്ക് ആ ഡോറ് തുറക്കുന്ന സമയത്ത് കാര്യങ്ങൾക്കാണെങ്കിൽ അത്യാവശ്യം സ്ട്രോങ് ആൻഡ് സോളിഡ് ആയിട്ട് വാഹനം ഫീൽ ചെയ്യും. ഇനി എഞ്ചിനിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രൈഡ് ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള എഞ്ചിനാണ്. കൊല്ലങ്ങളായിട്ട് ഹ്യുണ്ടായുടെ എല്ലാ വാഹനങ്ങളിലും കണ്ടുവരുന്ന സെയിം എഞ്ചിൻ തന്നെയാണ്. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 19 km/ലിറ്റർ ആണ്. റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നവർക്ക് 14-15 ആവറേജ് മൈലേജ് ലഭിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സെഗ്മെന്റിലുള്ള ഏത് വാഹനം എടുത്തു കഴിഞ്ഞാലും നമുക്ക് ആവറേജ് കിട്ടുന്ന മൈലേജ് ഒരു 15-നും 17-നും ഇടയ്ക്കായിരിക്കും. ഹ്യുണ്ടായുടെ എല്ലാ വാഹനങ്ങൾക്കും ഇപ്പോൾ 100% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. 10,000 രൂപയൊക്കെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെന്യൂവിൻ്റെ ബേസ് വേരിയൻ്റ് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. 8 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസ് വരുന്നുണ്ട്. പെർ ലാക്കിന് 1,450 രൂപയാണ് അടവ് വരിക. ഇപ്പോൾ നിങ്ങൾ 7 ലക്ഷം രൂപ ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ 7 × 1,450 അതായിരിക്കും നിങ്ങളുടെ മന്ത്ലി അടവ് വരുന്നത്. വെന്യൂവിൻ്റെ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ബേസ് ഈ വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 9,35,000 രൂപയാണ്. അതാണ് നോർമൽ പ്രൈസ്. എല്ലാ ഓഫറുകളും കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ മാസം ഈ വാഹനം 8,99,000 രൂപ അല്ലെങ്കിൽ 9 ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഷോറൂം വരുന്നത് 7,94,000 രൂപയാണ്. അപ്പോൾ 9 ലക്ഷം രൂപയ്ക്ക് ബേസ് വേരിയന്റ് എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ ഫോർ മണിയാണ്. ഇനി സെക്കൻഡ് വേരിയന്റ് ആയിട്ടുള്ള എസ് വരുന്നത് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 10,30,000 രൂപ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. റെഗുലർ വ്യൂസ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഹ്യുണ്ടായി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷനും ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. എൽദോസിന്റെ നമ്പറാണ് ഉൾപ്പെടുത്തിയിരുന്നത്. വാഹനം ബുക്ക് ചെയ്യാനും ടെസ്റ്റ് ഡ്രൈവിന് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. വെന്യൂ മാത്രമല്ല എക്സ്റ്റർ, i20, i10 അങ്ങനെ ഏത് വാഹനത്തിനാണ് നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. കേരളത്തിൽ നിന്ന് എവിടെ വേണമെങ്കിലും ബുക്ക് ചെയ്യാനും എവിടെ വേണമെങ്കിലും ഡെലിവറി ചെയ്യാനും ഇവർ റെഡിയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.